പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോബ്രിക് നിർമ്മിച്ച അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോബ്രിക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിനു മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോബ്രിക്കിലും ശേഖരിക്കുന്നു. ഏകദേശം 2000 ഇക്കോബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലൂടെ ശേഖരിച്ച് 1 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത്. എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കി ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോപോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട PTA നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മളെ സഹായിച്ചത്. ഏകദേശം ഒരു ബോട്ടിൽ നിറയ്ക്കുന്നതിനായിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം 2000 ബോട്ടിലുകൾ നമ്മൾ നിറയ്ക്കുകയുണ്ടായിരുന്നു. 700 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടുത്തെ ബോട്ടിലുകളിൽ നിറച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള MCFൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത്. കുട്ടികളുണ്ടാക്കിയ ഇക്കോബ്രിക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നുണ്ട്. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നു. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ C. അബ്ദുൽ മജീദ് സാറാണ്. ഇതിന് നേതൃത്വം വഹിച്ചത് നമ്മുടെ എല്ലാ PTA അംഗങ്ങളും അതുപോലെ എല്ലാ അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ്. അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, നമ്മുടെ പരിസരത്തു നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത്. സ്കൂൾ മാനേജർ PM അബ്ദുൽ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി. രാവിലെ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ലോകം ചർച്ച ചെയ്യുന്ന കാർബൺ ന്യൂട്രൽ എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ കാർബണും അതുപോലെ ബന്ധപ്പെട്ട മൂലകങ്ങളുടെയും അളവ് തുല്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രോഗം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. അതിലൊരു പക്ഷേ വ്യവസായ നഗരങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒക്കെ തള്ളുന്ന പുകയൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ നന്നായി മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകലിന്റെ ഒരു നല്ല അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ചിലപ്പോൾ ഒരു പക്ഷേ മാനേജ്മെന്റ്, അതിന്റെ HM, ബന്ധപ്പെട്ട ആളുകളെല്ലാം സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ കുട്ടികളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ തന്നെ അവരിൽ ഒരു അവബോധം ഉണ്ടാക്കുകയാണ്. ഇത് നമ്മളൊരു വലിയ ഒരു തിരി കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയാണ്. മക്കളെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണെന്ന ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഞാൻ അതിനെയാണ് ഏറ്റവും വലുതായി കാണുന്നത്. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാനാധ്യാപിക KP അജിത, സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ, അധ്യാപകൻ VS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം.
ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.